താനൂരിലെ MLA നിങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് നീതികേടാണ്. എത്ര പേർക്കറിയാം താനൂർ നിയോജക മണ്ഡലത്തിൽ ഒരു പ്രേതാലയമുണ്ടെന്ന്? ആ പ്രേതാലയം നേരിൽ കാണാൻ വന്നു ചേർന്നതാണ്. മതിൽ ചാടിയിട്ട് വേണം പ്രേതാലയത്തിലേക്ക് വരാൻ. വളരെ രസകരമാണ്. ഇവിടെ താനൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് കുടിവെള്ളമില്ല, കുടിവെള്ളക്ഷാമമാണ്. എന്നാൽ താനൂരിലെ ജനങ്ങളെ വെള്ളം കൂടിയില്ലാതെ മുട്ടിക്കുന്നതിൻ്റെ ഉത്തരവാദി താനൂരിലെ MLA ആണ്. താനൂരിലെ MLAയുടെ അനാസ്ഥ കാരണം മുടങ്ങിപ്പോയ ഒരു വലിയ പദ്ധതിയാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വലിയ കെട്ടിടമുണ്ടാക്കി, ടാങ്ക് ഉണ്ടാക്കി, നാട് മൊത്തം പൈപ്പിട്ട് കീറിയിട്ട് എന്താണ് ഈ താനൂരുകാർക്ക് ഇപ്പോഴും വെള്ളം ലഭ്യമാകാത്തതിൻ്റെ കാരണം? അതിൻ്റെ ഒരേ ഒരു ഉത്തരം നിലവിലെ MLA എന്നതിലേക്ക് വിരൽ ചൂണ്ടേണ്ടി വരും. അയാളുടെ കെടുകാര്യസ്ഥതയാണ്, അയാളുടെ അനാസ്ഥയാണ്, അയാളുടെ സ്വാർത്ഥ താല്പര്യമാണ്. നിങ്ങൾ നോക്കൂ, ഈ ബോർഡിലേക്ക് ചെറിയമുണ്ടം, പൊന്മുണ്ടം, താനാളൂർ, നിറമരുതൂർ, ഈ 4 പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു നാടാണ്. നാട്ടുകാരുടെ വെള്ളം കൂടി മുട്ടിക്കുന്നതിൻ്റെ അല്പത്തരത്തിന്റെ പേരായി നിലവിലെ MLA മാറുകയാണ്. മനോഹരമായൊരു കുടിവെള്ള പദ്ധതിക്ക് വലിയ കെട്ടിടവും സമുച്ചയവും ഒക്കെ മുൻ MLA സ്ഥാപിച്ചു. അതിന്റെ ബാക്കിപത്രമായ തുടർ നടപടികൾ ചെയ്യേണ്ട നിലവിലെ MLA അയാൾക്കിതിൽ നിന്ന് കമ്മീഷൻ കിട്ടില്ല, അല്ലെങ്കിൽ ലാഭമുണ്ടാക്കാനാവില്ല എന്ന ഒറ്റ കാരണത്താൽ ആ സംവിധാനം ഉപേക്ഷിച്ചപ്പോൾ വെള്ളമില്ലാതെ അന്യാധീനപ്പെട്ടു പോയത് 4 പഞ്ചായത്തിലെ മനുഷ്യരാണ്. ആരാണ് ഇതിന്റെ ഉത്തരവാദി? ആ ഉത്തരവാദി ആരെന്ന ചോദ്യത്തിന്റെ മുന്നിൽ ഒരേ ഒരു ഉത്തരം നിലവിലെ MLA, നിലവിലെ മന്ത്രി എന്ന് പറയേണ്ടി വരും. മന്ത്രിയായ താനൂരിലെ MLA നിങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് നീതികേടാണ്. ഇവിടെ ഈ ജലസംഭരണികളിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിൽ, ചീഞ്ഞു നാറുന്ന ഈ ദുർഗന്ധം വമിക്കുന്ന വെള്ളത്തിൽ താനൂർ നിയോജക മണ്ഡലത്തിൽ ഓരോ മനുഷ്യനെയും കുത്താനുള്ള കൊതുകുകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവിടെ നിങ്ങൾ കൃഷി ചെയ്യുകയാണോ എന്ന് താനൂരിലെ മനുഷ്യർ നീതിയുക്തമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഈ നാട്ടുകാരോട് ഇങ്ങനെ ചെയ്യുന്നത്? അവരെന്ത് തെറ്റാണ്? അവരെന്ത് പാതകമാണ്? അവരെന്ത് അപരാധമാണ് നിങ്ങളോട് ചെയ്തത്? നീതി പുലർത്താൻ കഴിയില്ല എങ്കിൽ ആ സ്ഥാനത്തേക്ക് നടന്നെടുത്തത് ഈ നാടിനോട് ചെയ്ത ചതിയാണ്.